ഫോർത്ത് മൊഡ്യൂളിനകത്ത് നെക്സ്റ്റ് ഒരു അപ്രോച്ചാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്നുള്ളത്. ഡൈനാമിക് പ്രോഗ്രാമിങ്ങും നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്കൊരു കോംപ്ലക്സ് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്മോളർ സബ് പ്രോബ്ലമായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടുപിടിക്കും. അപ്പം ഈ റിസൾട്ട് അല്ലെങ്കിൽ നമ്മൾ സൊല്യൂഷൻ എത്തും. ഈ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യും, സേവ് ചെയ്യും. പിന്നീട് എപ്പോഴെങ്കിലും ഇതേ സബ് പ്രോബ്ലം എറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന റിസൾട്ട് നമ്മൾ യൂസ് ചെയ്യും. അതാണ് ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത്. സെക്കൻഡ് പോയിൻറ്റ്, ഇറ്റ് ഈസ് എ വേ ഓഫ് കമ്പൈനിങ് സൊല്യൂഷൻ ടു. അപ്പോൾ എന്താണ്, നമുക്ക് എപ്പോഴെങ്കിലും ഇതേപോലെ ആ പ്രോബ്ലത്തിനകത്ത് എപ്പോഴെങ്കിലും ഇതേപോലൊരു സബ് പ്രോബ്ലം വീണ്ടും വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് വീണ്ടും അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് സമയം കളയാതെ അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന റിസൾട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് കൂടുതലും നമ്മളൊരു റിക്കേഴ്സീവ് കോളിനകത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെയിം ഇൻപുട്ട് വെച്ച് നമുക്ക് വീണ്ടും ആ ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ നേരം എന്താണ്, ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റിസൾട്ട് എടുത്ത് രണ്ടാമത് പിന്നെയും വിളിക്കുമ്പോൾ ആ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസൾട്ട് എടുത്ത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്, എന്ത് ഫിബൊനാച്ചി ടേം യൂസിങ് റിക്കേർഷൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം ഞാനൊരു ലിമിറ്റ് കൊടുക്കുവാണ്. ഇപ്പം ഞാൻ ഒരു ലിമിറ്റ് 5 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 5 ഫിബൊനാച്ചി ടേംസിനെ എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയായിരിക്കും 0, 1. അപ്പോൾ ഫസ്റ്റ് രണ്ട് ടൈം ഇതായിരിക്കും, എന്തായാലും 0യും 1 ആയിരിക്കും. പിന്നെ 0യും 1ഉം കൂടെ ആഡ് ചെയ്തിട്ട് 1, 1ഉം 1ഉം കൂടെ ആഡ് ചെയ്തിട്ട് 2, 1ഉം 2ഉം കൂടെ ആഡ് ചെയ്തിട്ട് 3. അപ്പം 1, 2, 3, 4, ഓക്കെ 5 എണ്ണമായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പം എനിക്ക് ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. അപ്പം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, അപ്പോൾ അതായത് എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. അപ്പോൾ എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എൻ മൈനസ് 1ഉം എഫ് ഓഫ് എൻ മൈനസ് 2ഉം. എഫ് ഓഫ് എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. എഫ് ഓഫ് എൻ മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മായിട്ടായിരിക്കും നമുക്ക് എഫ് ഓഫ് എൻ കിട്ടുന്നത്. അതേപോലെ എഫ് ഓഫ് 0 ഈക്വൽ ടു 0യും എഫ് ഓഫ് 1 1ഉം ആണെന്നുള്ള ഇതിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എഴുതിയിരിക്കുന്നു, ഡിഫൈൻ ഫിബൊനാച്ചി n, നമുക്ക് റിക്കേഴ്സീവ് ആണ്. ഇഫ് n ഈക്വൽ ടു 1 റിട്ടേൺ 0, ഇഫ് n ഈക്വൽ ടു 2 റിട്ടേൺ 1. ഓക്കെ, ദെൻ എൽസ് കണ്ടീഷനകത്താണ് നമ്മൾ റിക്കേഴ്സീവായിട്ട് വീണ്ടും ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നത്, ഫിബൊനാച്ചി n മൈനസ് 1ഉം ഫിബൊനാച്ചി n മൈനസ് 2ഉം. ഓക്കെ, നമ്മൾ എന്നിട്ട് ഇൻപുട്ട് ചെയ്തു. ഇപ്പം 5 എന്നുള്ള കേസാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തവണ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്തു മെയിൻ പ്രോഗ്രാമിനകത്തു നിന്ന്, പിന്നീട് അത് റിക്കേഴ്സീവായിട്ട് പിന്നെയും കോൾ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് അപ്പം നമുക്കൊരു ഫിബൊനാച്ചി നമ്മൾ 5 ലിമിറ്റ് നമ്മൾ 5 കൊടുക്കുന്ന കേസിൽ നമുക്ക് നോക്കാം. അപ്പം നമ്മളിപ്പോൾ ലിമിറ്റ് 5 കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിന് തൊട്ട് 5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയായിരിക്കും, അതായത് എഫ് ഓഫ് എൻ എന്നുള്ളത് എഫ് ഓഫ് 5 ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് 5നെ നമുക്ക് എങ്ങനെ കിട്ടും, എഫ് ഓഫ് 4 പ്ലസ് എഫ് ഓഫ് 3 ആയിരിക്കത്തില്ല, അതായത് എഫ് ഓഫ് എൻ മൈനസ് 1 പ്ലസ് എഫ് ഓഫ് എൻ മൈനസ് 2. ഇതാ എഫ് ഓഫ് എൻ മൈനസ് 1 പ്ലസ് എഫ് ഓഫ് 2. അപ്പോൾ നമുക്ക് എഫ് ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് 4 പ്ലസ് എഫ് ഓഫ് 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എഫ് ഓഫ് 5 കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഓഫ് 4ഉം ഫിബ് ഓഫ് 5 കണ്ടുപിടിക്കണമെങ്കിൽ ഫിബ് ഓഫ് 4ഉം ഫിബ് ഓഫ് 3യും നമ്മൾ ചെയ്യണം. ഫിബ് ഓഫ് 4 ചെയ്യണമെങ്കിൽ ഫിബ് ഓഫ് 3യും ഫിബ് ഓഫ് 2ഉം. ഓക്കെ, പിന്നെ ഫിബ് സെയിം കേസ് തന്നെ വരുന്നുണ്ട് ഇവിടെ, സെയിം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിബ് ഓഫ് 3 വരണമെങ്കിൽ ഫിബ് ഓഫ് 2ഉം ഫിബ് ഓഫ് 1ഉം. ഓക്കെ, അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ഇനിഷ്യൽ കണ്ടീഷൻ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഫിബ് ഓഫ് 1, ഫിബ് ഓഫ് 0യും ഒരു ഇനിഷ്യൽ കണ്ടീഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന് ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതാ എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 0, എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1 എന്നുള്ള ഒരു ഇനിഷ്യൽ കണ്ടീഷനും ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ സോൾവ് ചെയ്യാൻ നേരം നമ്മുടെ ഇനിഷ്യൽ ഇപ്പം എഫ് ഓഫ് 1ഉം എഫ് ഓഫ് 0യും നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ എപ്പോഴൊക്കെ എഫ് ഓഫ് 1ഉം എഫ് ഓഫ് 0യും വിളിക്കുന്നുണ്ടോ ആ സമയത്തെല്ലാം നമുക്ക് ഈ കണ്ടീഷൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഫിബ് ഓഫ്, അതായത് ഫിബ് ഓഫ് 1ഉം ഫിബ് ഓഫ് 0യും, അപ്പം ഫിബ് ഓഫ് 1ഉം ഫിബ് ഓഫ് 0യും ചേർക്കുമ്പോഴാണ് നമുക്ക് ഫിബ് ഓഫ് 2 കിട്ടുന്നത്, ശരിയല്ലേ? അപ്പോൾ ഫിബ് ഓഫ് 1ഉം ഫിബ് ഓഫ് 0യും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫിബ് ഓഫ് 2 കിട്ടുന്നത്. അപ്പോൾ
നമുക്ക് ഫിബ് ഓഫ് 1ഉം ഫിബ് ഓഫ് 0യും ഉണ്ട്. അത് വെച്ച് നമ്മൾ 2 കാൽക്കുലേറ്റ് ചെയ്ത്. അപ്പോൾ 2 കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും, ഈ ഫിബ് ഓഫ് 2വിനെ നമ്മൾ സേവ് ചെയ്ത് വയ്ക്കും. പിന്നെ ഫിബ് ഓഫ് 2ഉം ഫിബ് ഓഫ് 1ഉം കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫിബ് ഓഫ് 3 കിട്ടും. അതിനെ നമ്മൾ സേവ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഒന്ന് നോക്കിയേ. അപ്പോൾ നമ്മൾ ഫിബ് ഓഫ് 5നെ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരം നമ്മൾ ഫിബ് ഓഫ് 3യെ 2 തവണ നമ്മൾ ഫിബ് ഓഫ് 3യെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഫിബ് ഓഫ് 2വിനെ പിന്നെ നമ്മൾ 3 തവണയും ചെയ്യുന്നുണ്ട്. ഇതാ ഫിബ് ഓഫ് 3യെ ഇവിടെ ചെയ്യുന്നുണ്ട്, ഫിബ് ഓഫ് 3യെ ഇവിടെ ചെയ്യുന്നുണ്ട് ട്വൈസ്. അതേപോലെ ഫിബ് ഓഫ് 3യെ 1 2 3 ത്രൈസ് 3 തവണയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വൺസ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് എപ്പോഴൊക്കെയാണോ ഈ ഫിബ് ഓഫ് 3യും അല്ലെങ്കിൽ ഫിബ് ഓഫ് 2ഓ വരുന്നതോ അപ്പോൾ ഈ റിസൾട്ട് മാത്രം നമ്മൾ അവിടെ നിന്ന് എടുത്താൽ മതി. ഓക്കെ, ഒപ്റ്റിമൽ സബ്സ്ട്രക്ചർ മീൻസ്, അപ്പം നമുക്ക് ഒപ്റ്റിമൽ സബ്സ്ട്രക്ചർ മീൻസ് ആൻഡ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ഫ്രം ദ അതായത് നമുക്ക് ഈ ഒരു സബ് പ്രോബ്ലത്തിൽ നിന്നുള്ള സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ഒപ്റ്റിമൽ ആ ഒരു പ്രോബ്ലത്തിൻ്റെ ഓൾ പ്രോബ്ലത്തിൻ്റെ നമുക്കൊരു സ്ട്രക്ചർ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഒരു മെമ്മറൈസേഷനും ടാബുലേഷനും പറഞ്ഞിട്ട്, അതായത് നമുക്ക് ഫിബൊനാച്ചി എന്നുള്ള ഈ ഒരു പ്രോബ്ലം നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ തന്നെ നമുക്ക് 2 വേയിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഒന്നാണ് മെമ്മറൈസേഷൻ, ഒന്നാണ് ടാബുലേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എക്സാമിന് വരും. ഓക്കെ, അപ്പം മെമ്മറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്മറൈസേഷൻ സ്റ്റോർസ് ദ റിസൾട്ട് ഓഫ് എക്സ്പെൻസീവ് ഫംഗ്ഷൻ കോൾ ആൻഡ് റിട്ടേൺസ് ദ സ്റ്റോർഡ് റിസൾട്ട് വെൻ എവർ ദ സെയിം ഇൻപുട്ട് ഒക്കർ. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ കോൾ വരുവാണെങ്കിൽ, ഓൾറെഡി നമ്മുടെ കയ്യിൽ റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ സെയിം ഇൻപുട്ട് വെച്ച് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിസൾട്ടിനെ നമ്മൾ സ്റ്റോർ ചെയ്ത റിസൾട്ടിനെ നമ്മൾ റിട്ടേൺ ചെയ്യും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരിക്കും. അതായത് എഫ് ഓഫ് 5 വേണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് 4ഉം എഫ് ഓഫ് 3യും, പിന്നെ നമുക്ക് ഇപ്പം എഫ് ഓഫ് 3 നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ടോപ്പിൽ നിന്ന് താഴോട്ട് എഫ് ഓഫ് 3 നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന റിസൾട്ടിനെ നമ്മൾ വീണ്ടും യൂസ് ചെയ്യും. ഓൾറെഡി കാൽക്കുലേറ്റഡ് വാല്യൂസ് ക്യാൻ ബി ആക്സസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് റിപ്പീറ്റിംഗ് ദ സെയിം കാൽക്കുലേഷൻ. അതായത് നമ്മൾ വൺസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാതെ എന്തായിരിക്കും, നമ്മൾ ആ ഒരു റിസൾട്ടിനെ എടുക്കുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. മെമ്മറൈസേഷൻ ഓർക്കുക. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ എന്നുവെച്ചാൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന റിസൾട്ടിനെ എടുക്കും, സെയിം ഇൻപുട്ട് വീണ്ടും വരുവാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഇതൊരു ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. നെക്സ്റ്റ് വൺ ടാബുലേഷൻ. അപ്പം ടാബുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐട്രേറ്റീവ് മെത്തേഡാണ്, മറ്റേതൊരു റിക്കേഴ്സീവ് മെത്തേഡായിരുന്നു. ഓക്കെ, മെമ്മറൈസേഷൻ എന്ന് പറയുമ്പോൾ. പക്ഷേ ഇവിടെ ടാബുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐട്രേറ്റീവ് മെത്തേഡാണ്. അതേപോലെ ഇത് ബോട്ടം അപ്പ് അപ്രോച്ചാണ്. അപ്പം ഇതിനകത്ത് എന്താണ്, സ്റ്റാർട്ടിങ് ഫ്രം ദ സ്മോളസ്റ്റ് സബ് പ്രോബ്ലം ആൻഡ് സ്റ്റോർ ദ റിസൾട്ട് ഇൻ എ ടേബിൾ. എന്തായിരിക്കും, നമ്മുടെ സബ് പ്രോബ്ലം എല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായിരിക്കും, നമ്മുടെ സബ് പ്രോബ്ലത്തിൽ നിന്നായിരിക്കും നമ്മൾ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ സബ് പ്രോബ്ലത്തിൻ്റെ റിസൾട്ട് നമ്മളൊരു ടേബിൾ അല്ലെങ്കിൽ ഒരു അറേക്കകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് താഴേന്ന് മേളിലോട്ടായിരിക്കും ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് പോകുന്നത്. അതായത് എഫ് ഓഫ് 0യും എഫ് ഓഫ് 1ഉം കണ്ടുപിടിക്കുക. അപ്പം എഫ് ഓഫ് 0യും എഫ് ഓഫ് 1ഉം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫ് ഓഫ് 1 എഫ് ഓഫ് 2 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ആ 0യും 1ൻ്റെ റിസൾട്ട് വെച്ച് നമ്മൾ അടുത്ത 2 കണ്ടുപിടിക്കുക. അതായത് ബോട്ടത്തിൽ നിന്ന് നമ്മൾ ടോപ്പിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വി സ്റ്റാർട്ട് ഫ്രം ദ ബോട്ടം ഫൈൻഡിങ് എഫ് ഓഫ് 0 ആൻഡ് എഫ് ഓഫ് 1 ആൻഡ് ദെൻ ആഡ് ദം ടുഗദർ ടു ഗെറ്റ് ദ എഫ് അല്ലെങ്കിൽ ഫിബ് ഓഫ് 2. 0യും 1ഉം ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലത്തിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ സോൾവ് ചെയ്യുക, അതിൻ്റെ റിസൾട്ടിനെ നമ്മൾ ടാബുലാർ ഫോമിലോട്ട് നമ്മൾ സേവ് ചെയ്യുക. പിന്നെ എപ്പോഴെങ്കിലും അത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബോട്ടം അപ്പ്, താഴെ നിന്ന് മേളിലോട്ടായിരിക്കും. പക്ഷേ മെമ്മറൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ നിന്ന് ടോപ്പിൽ നിന്ന് താഴോട്ടായിരിക്കും നമ്മുടെ ആ ഒരു അപ്രോച്ച് വരുന്നത്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതും നോക്കണം.